ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ ഒരു ലോട്ടസ് ഡിസൈൻ ഇതുപോലെ ഒരു ഫ്രോക്കിൻ്റെ മുകളിലത്തെ ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രോക്കിൻ്റെ തന്നെ താഴെയായിട്ട് എളുപ്പം വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല നേരെ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഡിസൈന് ലോട്ടസിന് കൊടുത്തിരിക്കുന്ന അതേ കളർ തന്നെ പെയിൻറ്റ് ഇതുപോലെ ബ്രഷിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡിസൈൻ എവിടെയാണോ വേണ്ടത് അവിടേക്ക് ഈ ഉള്ളി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതെടുത്ത് മാറ്റുമ്പോൾ തന്നെ ഈ ഒരു ഡിസൈനിൽ ഇതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഈ ഡിസൈൻ എടുക്കാം, അല്ലെങ്കിൽ ഇതിന് ഔട്ട്ലൈൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിനകത്തൂടെ ഒരു ഷാഡോ പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രീൻ കളർ ലീഫോ അങ്ങനെ എന്താ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൻ്റെ ഡിസൈൻ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഗ്രീൻ കളർ കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രോക്കിൻ്റെ താഴെയായിട്ട് ആവശ്യത്തിനുള്ള ഡിസൈൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ഔട്ട്ലൈൻ കൂടെ കൊടുക്കാം. ഞാനിവിടെ ഒരു 3D ഔട്ട്ലൈനർ കൊണ്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ പെയിൻറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു ലൈനായിട്ടുള്ള ഔട്ട്ലൈൻ കൊടുക്കാം. 3D ഔട്ട്ലൈൻ ആകുമ്പം കുറച്ചും കൂടി ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ 3D ഔട്ട്ലൈനറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഈ ഒരു ഇതിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത്.